ഹലോ കൂട്ടുകാരെ, ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കാം കേട്ടോ. നിങ്ങളൊക്കെ സ്കൂളിൽ പോകണമെന്നില്ലേ? നിങ്ങൾക്ക് എന്താ സ്കൂളൊന്നും ഇല്ലേ? ഞാൻ സ്കൂളിൽ പോകാൻ തയ്യാറായിരിക്കാം. ഞങ്ങൾക്ക് എല്ലാ ജോലിയും കഴിഞ്ഞ് ഞങ്ങളിവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനേ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ അമ്മയുടെ ഫോണൊക്കെ എടുത്ത് കളിച്ചിരിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വെച്ചത് ഞാൻ ഒരു വീഡിയോ ചെയ്താലോ, സ്കൂളിൽ പോകുന്ന വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ പിന്നെ സ്കൂളിൽ പോകണതല്ലേ, നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളും വീഡിയോ ഒക്കെ ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത് കേട്ടോ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് മഴയൊക്കെ കറുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും കുട കൊണ്ടുകൊണ്ട് വരും. നല്ല മഴയാണ് കടന്ന് വരുന്നത്, ഇരുട്ട് കുത്തിയിട്ടും. ഞങ്ങളത് പുറത്താണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് നിന്ന് അറിയാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഇത് അപ്പുറത്തെ വീടൊക്കെ ഉണ്ട്. അപ്പുറത്തെ വീടൊക്കെ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുടെ ശബ്ദമൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ അവിടെ അച്ചാച്ചൻ വന്ന് പോകുന്നുണ്ട്. ഇതൊക്കെയാണാവും, നമുക്കറിയില്ലല്ലോ. അവരിങ്ങനെ പരിചയമൊന്നുമില്ല. അവരിങ്ങനെ വീട്ടിൽ അധികമൊക്കെ വന്നിങ്ങനെ പോവും, അത്രയേ ഉള്ളൂ. നമുക്ക് പരിചയമില്ല. എപ്പോഴെപ്പോഴും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് വരുന്നതാണ് ആ ചേട്ടൻ, നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയൊന്നുമല്ല, ഞാൻ നോക്കില്ല. പിന്നെ അവിടെ നന്നായി മഴ എടുത്ത് വരുന്നു. നിങ്ങളെ മഴ അവിടെ കറുത്തുണ്ടോ? ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റൊക്കെ ചെയ്യണം. മഴ കറുത്ത് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ കേട്ടോ. അച്ഛനമ്മയൊക്കെ എവിടെയാണ്? ഉള്ളിലാണ്. അത് പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും പറയണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഒരു ഞാൻ എൻ്റെ ഇവിടെ ഉണ്ണി ഭയങ്കര കുടുംബം. അവൻ പെൻസിലൊക്കെ പിടിച്ച് നിൽക്കണ്ടേ, കുരിശുമാല കിട്ട പോലെ. എന്താണെന്ന് അവന് ഭയങ്കര ടെൻഷനാണ്. പഠിക്കാൻ പോകണം, പക്ഷെ അങ്ങനെ ഡിറ്റേഷനാണ്. ചെറിയൊരു വിഷമമുണ്ടാവും. കിട്ടണമെന്നൊരു ഇതുണ്ട്. അതെന്നല്ല വായന മത്സരത്തിൽ സെക്കൻഡ് കിട്ടി. അപ്പം അതിനുള്ള സന്തോഷം ഇന്നലെ തന്നെ അവൻ തീർത്തു പോയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? അവനെ സന്തോഷിക്കാൻ എന്താ ഫുഡിൽ കിട്ടിയെങ്കിൽ അവന് സന്തോഷിക്കാൻ പറ്റുമല്ലോ. ട്യൂഷന് പോകുന്നുണ്ട്. ട്യൂഷൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ട്യൂഷൻ ചേച്ചിയാണ് പഠിപ്പിച്ചു തുടങ്ങുന്നതൊക്കെ 5 മണി തൊട്ടിട്ട് 7:30 വരെ, 7 മണി വരെ ഇട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഫുള്ള് വാങ്ങിച്ചോണ്ടെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അറിയില്ലല്ലോ. അപ്പോൾ അവൻ എന്താ പറയുക വരുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ടോ? എനിക്കെൻ്റെ അമ്മ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്ലൈഡ് മാലമുടി പോലെ ഇങ്ങനെ കിട്ടും ഇനി കിടക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ പൂമ്പാറ്റ ഇരിക്കുന്നുണ്ടോ? സ്വർണ്ണ കളറുള്ള പൂമ്പാറ്റ. അതിൻ്റെ കൂടെ നമുക്കൊരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രസമായിരിക്കില്ലേ കാണാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ മുടി ഇത്ര നീളമുണ്ടോ കേട്ടോ. ബെൽറ്റിൻ്റെ അത്ര നീളമുണ്ട്. അത്ര ഞങ്ങൾ അരക്കെട്ടിൻ്റെ അവിടെ വരെ ഇടും. ആ ബാക്കിലൊക്കെ വീട് കാണാനുണ്ട്. നിങ്ങളുടെ കേട്ടത് അത് വേറെ ഏതോ വരക്കായിരിക്കും വീടാ. നിങ്ങൾ തൊട്ടപ്പുറത്ത് നിങ്ങൾ കിണറുണ്ട് ഉണ്ടാ, കിണർ. ഇതാണ് ഫ്രണ്ട് സൈഡ്. അവിടെയാണ് ഞാൻ അപ്പുറത്തെ വീട്. ഞങ്ങളുടെ അടുത്തടുത്താണ് വീട്. കണ്ടോ? ഇതൊരു വീടല്ലേ, ഇതൊരു വീടല്ലേ.